ഹായ് വെൽക്കം ബാക്ക് മൈ ഡിയർ ചിൽഡ്രൻ, ഹൗ ആർ യു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മോഡൽ എക്സാം ഒക്കെ നടക്കുകയാണ്. വളരെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് സ്കൂളിൽ നിന്ന് തരുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞു. അതോർത്ത് നിങ്ങൾ വറീഡ് ആവണ്ട. മോഡൽ എക്സാമിന് സ്കൂളിലെ ടീച്ചേഴ്സ് അല്ലേ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ തരും, പക്ഷേ ബോർഡ് എക്സാം വരുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ അതോർത്ത് നിങ്ങൾ വറീഡ് ആവേണ്ട ഒരു കാര്യമില്ല. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസ് നിന്ന് 5 മാർക്ക് ക്വസ്റ്റ്യൻ പോസിബിളാണ്. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിരുന്നല്ലോ, അത് ചെയ്യാൻ പോവുക. അപ്പോൾ എൻ്റെ ഒപ്പം ചെയ്യാൻ റെഡിയാകുക. ഓക്കെ, ഇതാണ് എക്സസൈസ് 3.5 4th ക്വസ്റ്റ്യനിലെ സബ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എ പാർട്ട് ഓഫ് മന്ത്ലി ഹോസ്റ്റൽ ചാർജ് ഇസ് ഫിക്സ്ഡ് ആൻഡ് ദ റിമൈനിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ഡേയ്സ് വൺ ഹാസ് ടേക്കൻ ഫുഡ്. അങ്ങനെയാണല്ലോ നോർമലി ഹോസ്റ്റൽ ചാർജ് വരുന്നത്. എങ്ങനെയാണ്? ഒരു ഫിക്സ്ഡ് ചാർജ്, പിന്നെ നമ്മൾ എത്ര ദിവസം അവിടെ നിന്ന് ഫുഡ് കഴിച്ചു അതേ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരാൾ സ്റ്റുഡൻറ്റ് എ ടേക്സ് ഫുഡ് ഫോർ 20 ഡേയ്സ് എടുത്തപ്പോൾ അയാൾക്ക് എത്ര ഡേയ്സാണ്? 20 ഡേയ്സ് എടുത്തപ്പോൾ 1000 rupees കൊടുക്കേണ്ടി വന്നു. ആൻഡ് സ്റ്റുഡൻറ്റ് ബി ടേക്സ് ഫുഡ് ഫോർ 26 ഡേയ്സ് എടുത്തപ്പോൾ 1180. ഓക്കെ, ഇത്രയും റുപ്പീസ് പേ ചെയ്യേണ്ടി വന്നെങ്കിൽ ഫിക്സ്ഡ് ചാർജ് എത്ര, കോസ്റ്റ് ഓഫ് ഫുഡ് പെർ ഡേ എത്ര എന്നാണ്. അപ്പോൾ 2 അൺനോൺ വാല്യൂസാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാം. 2നെ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഫിക്സ്ഡ് ചാർജ് ബി റുപ്പീസ് എക്സ് എഴുതുക. ലെറ്റ് ദ ഫിക്സ്ഡ് ചാർജ് be rupees x and cost of food per day. Cost of food നല്ല പെയിനുണ്ട് ഇത് എഴുതുമ്പോൾ. പെർ ഡേ ബി റുപ്പീസ് വൈ. ഓക്കെ, വേരിയബിൾ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ ഇവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് 2 ഇക്വേഷൻ അങ്ങ് ഫോം ചെയ്ത് കൊടുത്താൽ പോരെ. നോക്കൂ, അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താ? കേസ് 1 എന്ന് എഴുതാം. സിമ്പിൾ. കേസ് 1 എന്താ പറഞ്ഞിരിക്കുന്നത്? 20 ഡേയ്സ് ആണ് ഫുഡ് എടുത്തത്. എത്ര ഡേയ്സ് എടുത്താലും ഫിക്സ്ഡ് ചാർജ് ഉണ്ടല്ലോ. സോ ഇറ്റ് ഇസ് എക്സ് പ്ലസ് 20 ഡേയ്സിന് 20y ഇസ് ഈക്വൽ ടു 1000. ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത കേസ് 2 എഴുതൂ. സെക്കൻഡ് കേസിൽ എന്ത് വരും? 26 ഡേയ്സ്, അപ്പോഴും ഫിക്സ്ഡ് ചാർജ് ഉണ്ടല്ലോ. എക്സ് പ്ലസ് 26y is equal to ഇക്വേഷൻ നമ്പർ 2. ഈസി ആയിട്ട് 2 ഇക്വേഷൻ കിട്ടി. ഇതൊക്കെ ബേസിക് പേപ്പറിൽ ചിലപ്പോൾ കിട്ടും കേട്ടോ, സിമ്പിൾ ക്വസ്റ്റൻ ആയിട്ട്. നോക്കൂ, എക്സിൻ്റെ കോഎഫിഷ്യൻസ് ആർ ഈക്വൽ ആണ്. അപ്പോൾ ഇനി നമ്മളിനി സബ്സ്റ്റിറ്റ്യൂഷനിലൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. കോഎഫിഷ്യൻ്റ് ഈക്വൽ ആണെങ്കിൽ നേരെ എലിമിനേഷൻ മെത്തേഡിലേക്ക് ചെയ്യാം. ഇതിൽ ബിഗ് നമ്പർ ഇതല്ലേ. അപ്പോൾ ഇക്വേഷൻ 2 -1 വി ഗെറ്റ്. ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇങ്ങനെ, കാരണം എനിക്ക് ഈ ഫിംഗറിൽ നല്ല പെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേന പഴയതുപോലെ ഇങ്ങനെ സ്മൂത്തായിട്ട് എഴുതി പോകാൻ പറ്റുന്നില്ല. സോറി. സോ അപ്പോൾ എന്ത് കിട്ടും? ഈ എക്സും ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മൈനസ്. എക്സ് ക്യാൻസലായി. 26 - 20 ഈസ് 6y. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 അല്ലേ. സോ y ഈസ് ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ 6, 30. അപ്പോൾ y കിട്ടി. ഇനി വൈയുടെ വാല്യൂ എവിടെ കൊടുക്കുക? ദേ ഇതിൽ കൊടുത്ത് നമുക്ക് എക്സും കിട്ടില്ലേ. പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റൻ അല്ലേ. സോ പുട്ടിങ് വൈ ഇൻ ഇക്വേഷൻ 1 ഔട്ട് നോക്കണം കേട്ടോ. വി ഗെറ്റ് എക്സ് പ്ലസ് 20 × 30 അതല്ലേ 30. ദാറ്റ് ഈസ് ഈക്വൽ ടു 1000. That is ഇത് 600 ആയില്ലേ. 2 × 3 600. എക്സ് പ്ലസ് 600 ഈക്വൽ ടു 1000. സോ എക്സ് ഈക്വൽ ടു 1000 മൈനസ് 600. ദാറ്റ് ഈസ് 400. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് ചാർജ് 400ഉം പിന്നെ കോസ്റ്റ് ഫോർ ഫുഡ് പെർ ഡേ എത്രയും കിട്ടി? 30 rupees. 30 rupees പഴയ കണക്കാട്ടോ, ഇപ്പോഴൊന്നും കിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും എന്തെഴുതണം? നിങ്ങൾ എഴുതുമല്ലോ, ഞാൻ പറഞ്ഞു എനിക്ക് എഴുതുന്നു. അതാണ് ഞാൻ ഇപ്പോൾ കൂടുതലും ബോർഡിൽ എഴുതാൻ വരാത്തത്. ഈ ഫിംഗറിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ്. പ്ലീസ് ഒന്ന് മനസ്സിലാക്കണം അത് കേട്ടോ. പെയിൻ വരും, ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യണം. ഞാൻ ഓൾവേസ് പറഞ്ഞിരുന്നില്ലേ, ആൻസർ ഹൈലൈറ്റ് ചെയ്ത് എഴുതുന്നതിന് മാർക്കുള്ള കൺക്ലൂഷൻ എഴുതാൻ മറക്കരുത്. എങ്ങനെ എഴുതണം? ഫിക്സ്ഡ് ചാർജസ് റുപ്പീസ്, കാരണം അവിടെ ചാർജാണ്, അതുകൊണ്ട് അതിൻ്റെ റുപ്പീസ് എഴുതാൻ മറക്കരുത്. റുപ്പീസ് 400 ആൻഡ് ഫുഡ് പെർ ഡേ കോസ്റ്റ് 30 rupees. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 4th
fourth question, the second sub question. Okay, very simple. നോക്കിയിരിക്കും. A fraction becomes 1/3 when 1 is subtracted from the numerator and it becomes 1/4 when 8 is added to the denominator. Find the fraction. അപ്പോൾ രണ്ട് വേരിയബിളുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്, നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ന്യൂമറേറ്ററിന് എക്സും ഡിനോമിനേറ്ററിന് വൈയും നമ്മൾ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. ഓർ യു ക്യാൻ റൈറ്റ് ലെറ്റ് ദ ഫ്രാക്ഷൻ ബി എക്സ് ഡിവൈഡഡ് ബൈ വൈ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് ന്യൂമറേറ്റർ ഇത് ഡിനോമിനേറ്റർ എന്ന് മനസ്സിലായിക്കോളും. ഇനി എന്താ ഫസ്റ്റ് കേസിൽ പറയുന്നത്? കേസ് 1, fraction becomes 1/3 when 1 is subtracted from the numerator. അപ്പോൾ ഡിനോമിനേറ്ററിന് ഒന്നും ചെയ്തിട്ടില്ല. x minus 1 is subtracted from the numerator divided by y. അപ്പോൾ y-നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. ക്രോസ് മൾട്ടിപ്ലൈയിങ് എന്ത് കിട്ടും? 3x minus 3 ദാറ്റ് ഈസ് ഈക്വൽ ടു y. 1 into y ക്രോസ് മൾട്ടിപ്ലൈ. പക്ഷേ നമ്മളത് ലീനിയർ ഇക്വേഷൻ്റെ ഫോർമാറ്റിലൊന്ന് എഴുതുക കേട്ടോ. അപ്പോൾ എന്താകും ഇത്? 3x minus y is equal to +3. 3 ഞാൻ ഇങ്ങനെ എഴുതി. എലിമിനേഷൻ മെത്തേഡിന് എപ്പോഴും കോൺസ്റ്റൻറ്റ് ടേം RHSൽ എഴുതുന്നതാണ് നമുക്ക് ഈസി. 1. ഇനി കേസ് 2 എഴുതും ഇതേപോലെ. ഇറ്റ് ബിക്കംസ് 1/4 when 8 is added to the denominator. അപ്പോൾ ന്യൂമറേറ്ററിനെ ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ എക്സ് തന്നെയാണ് ന്യൂമറേറ്റർ. വൈയിൽ എന്ത് ചെയ്തു? 8 ആഡ് ചെയ്തു. അപ്പോൾ y + 8 is equal to എത്രയായി? 1/4. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈയിങ് വി ഗെറ്റ് 4x equal to y plus 8 or 4x minus y is equal to 8. ഇക്വേഷൻ നമ്പർ 2. നമുക്കിതിനകത്ത് നോക്കൂ, രണ്ട് ഇക്വേഷനിലും മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് y ഈക്വൽ അല്ലേ? ഇവിടെയും -1 ഇവിടെയും -1. അപ്പോൾ ഏറ്റവും ഈസി എന്താണ്? ഇക്വേഷൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. ഇതിനകത്ത് ബിഗ്ഗർ 1 ഏതാണെങ്കിൽ ബിഗ്ഗർ ഇതാണ്. അപ്പോൾ 2 - 1 ആണ് നമുക്ക് ഈസി. ഇക്വേഷൻ 2 - 1 വി ഗെറ്റ് 4x - 3x. കണ്ടോ, ഞാനത് ഒന്നുകൂടെ ഇക്വേഷൻ എഴുതുന്നില്ല, ഇത് 4 അല്ലേ? ഇതൊക്കെ 4 ആണ് കേട്ടോ. 4x - 3x is x. -y cancelled. Then 8 - 3 is 5. അപ്പോൾ x = 5. ഇനി എക്സിൻ്റെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുത്താൽ y കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ എഴുതണം കേട്ടോ. ഇത് 5 മാർക്ക് ക്വസ്റ്റിന് പോസിബിൾ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ഈ ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിനുള്ള സാധ്യതയുള്ളതാണ്. പുട്ടിങ് എക്സ് ഇൻ ഇക്വേഷൻ 1. അപ്പോൾ എത്ര വരും? 3 × 5 - y = 3. ദാറ്റ് ഈസ് 15. ഈ 3 ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്ത് -3 = y ഇപ്പത്തും. അപ്പോൾ 12 = y. ഓക്കെ, സോ ദ റിക്വയർഡ് ഫ്രാക്ഷൻ ഈസ് കൺക്ലൂഷൻ. ദ റിക്വയർഡ്, ഞാൻ ചിലപ്പോൾ കൺക്ലൂഷൻ എഴുതാതെ പറഞ്ഞങ്ങ് പോകും കേട്ടോ. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് എഴുതണം. ചില കുട്ടികൾ അവിടെ എഴുതിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും, പക്ഷെ ഞാൻ പറയാറുണ്ട്. റിക്വയർഡ് ഫ്രാക്ഷൻ ഈസ് എത്രയാ? ന്യൂമറേറ്റർ 5 divided by denominator 12. Right? Okay. See, this is our fourth question. Third sub question ആണ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇയാൾ സ്കോർഡ് 40 mark in a test, getting 3 marks for each right answer and losing 1 mark for each wrong answer. അപ്പോൾ ഒരു ടെസ്റ്റിൽ റൈറ്റ് ആൻസറിനും റോങ് ആൻസറിനും മാർക്കുണ്ട്. നമ്മളിരുന്ന എക്സാമിന് അങ്ങനെയില്ല, പക്ഷേ ബാങ്ക് ടെസ്റ്റ്, എൻട്രൻസ് എക്സാമിനൊക്കെ അങ്ങനെയുണ്ട് കേട്ടോ. ഈ കേസിൽ 3 മാർക്കാണ് റൈറ്റ് ആൻസറിനും 1 മാർക്കാണ് റോങ് ആൻസറിനും. ഓക്കെ, അങ്ങനെ വന്നപ്പോൾ അയാൾക്ക് എത്ര മാർക്ക് കിട്ടി? ടോട്ടൽ 40 മാർക്ക് കിട്ടി. ഹാഡ് 4 മാർക്ക് ബീൻ അവാർഡഡ് ഫോർ ഈച്ച് കറക്റ്റ് ആൻസർ ആൻഡ് 2 മാർക്ക് ഫോർ ഈച്ച് ഇൻകറക്റ്റ് ആൻസർ ആയിരുന്നെങ്കിൽ അയാൾക്ക് എത്ര കിട്ടുമായിരുന്നു? 50. അതായത് 4 മാർക്ക് കറക്റ്റ് ആൻസറിനും റോങ് ആൻസറിന് ഡിഡക്റ്റ് ചെയ്യാൻ മൈനസ് ചെയ്യാണ്. ഇൻകറക്റ്റ് ആൻസറിന് 2 മാർക്കും ആയിരുന്നെങ്കിൽ ഇയാൾക്ക് എത്ര മാർക്ക് കിട്ടും? 50 മാർക്ക് കിട്ടുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ക്വസ്റ്റ്യൻസ് വെയർ ഇൻ ദ ടെസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് 2 വേരിയബിൾ ഡിഫൈൻ ചെയ്യണം. ഇവിടെ ഏതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാത്തത്? എത്ര കറക്റ്റ് ആൻസറിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിയത്തില്ല, റോങ് ആൻസറിൻ്റെ ക്വസ്റ്റ്യനും അറിയത്തില്ല. സോ വി ക്യാൻ റൈറ്റ് ലെറ്റ് ദ നമ്പർ ഓഫ് right answer
ബി എക്സ് ആൻഡ് റോങ് ആൻസറും അറിയില്ലല്ലോ. ഓക്കെ, റോങ് ആൻസർ ബി റോങ് ഓർ ഇൻകറക്റ്റ്, നമുക്ക് എങ്ങനെ വേണേലും എഴുതാം വൈ. ഓക്കെ, അപ്പോൾ 2 വേരിയബിൾ ഡിഫൈൻ ചെയ്തു. ഫസ്റ്റ് കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 40 മാർക്ക് കിട്ടിയ കേസ് ആദ്യം എഴുതുക. കേസ് 1 എന്ന് എഴുതി കൊടുത്താൽ മതി കേട്ടോ, സിമ്പിളായിട്ട്. കേസ് 1 3 മാർക്ക് ഫോർ ഈച്ച് റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസറിനാണ് നമ്മൾ എക്സ് കൊടുത്തത്. സോ 3 മാർക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 3x. ആൻഡ് ലൂസിങ് 1 മാർക്ക് ഫോർ ഇൻകറക്റ്റ്. ഇൻകറക്റ്റിനാണ് നമ്മൾ ഏത് വേരിയബിൾ കൊടുത്തത്? വൈ. അപ്പോൾ ലൂസ് ചെയ്യുക മീൻസ് മൈനസ് 1y ഈക്വൽ ടു ഹി ഗോട്ട് 40 മാർക്ക്, ഇക്വേഷൻ നമ്പർ 1. ഇനി സെക്കൻഡ് കേസ് എടുത്ത കേസ് 2. 4 മാർക്ക് ബി അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ എന്നാണ്. അപ്പോൾ 4 മാർക്ക് കറക്റ്റ് ആൻസറിനാകുമ്പോൾ വി ഗെറ്റ് 4x. 2 മാർക്ക് ഇൻകറക്റ്റ് വരുമ്പോൾ മൈനസ് 2y ഈക്വൽ ടു ആൾക്ക് എത്ര കിട്ടും? 50 മാർക്ക്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2, റൈറ്റ്. ഇനി നോക്കൂ, ഇവിടെ നമുക്ക് കോഎഫിഷ്യൻസ് വൈയുടെ എക്സിൻ്റെ ഒന്നും ഈക്വൽ ആയിട്ടില്ല. എലിമിനേഷൻ മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ആകണം. അപ്പോൾ ഇതിൽ നോക്കൂ, ഈ ഇക്വേഷനിൽ എല്ലാത്തിലും 2 കോമൺ ഇല്ല, എല്ലാത്തിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2x മൈനസ് വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു 25. ഇക്വേഷൻ നമ്പർ 3. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈക്വൽ ആയില്ലേ? വൈയുടെ കോഎഫിഷ്യൻസ് ആർ ഈക്വൽ, റൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. ഇതല്ലേ ബിഗർ വൺ? ഓക്കെ, 1 മൈനസ് 3. Equation 1 minus 3 we get 3x minus 2x is x, that is equal to ഈ y cancel ആയി. 40 minus 25 എത്ര? 50 അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ ഇതിൽ ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുത്താൽ വൈയും കിട്ടൂലേ? സോ പുട്ടിങ് എക്സ് ഇൻ ഇക്വേഷൻ 1 we get 3 into 15 minus y is equal to 40. Okay, 3 into 15 45. 40 transpose ചെയ്യൂ, minus 40 equal to minus y ഇപ്പോൾ വരുമ്പോൾ എന്താകും? പ്ലസ് y. അപ്പോൾ എത്രയായി? 5 equal to y. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് റൈറ്റ് ആൻസേഴ്സ് അല്ലെങ്കിൽ കറക്റ്റ് ആൻസേഴ്സിനാണ് നമ്മൾ എക്സ് കൊടുത്തത്. അത് എത്ര എണ്ണം കിട്ടി? 15. റോങ് ആൻസർ എത്ര വന്നു? 5 എണ്ണം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയായി? 15 പ്ലസ് 5 20. അതെനിക്കിവിടെ എഴുതാൻ സ്ഥലമില്ല, നിങ്ങൾ മസ്റ്റായിട്ട് എഴുതണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇസ് 15 പ്ലസ് 5 ദാറ്റ് ഇസ് 20. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.